ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. തിന്മയെ നിസാരവൽക്കരിക്കരുത്. അങ്ങനെ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് തിന്മ പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. അതുമാത്രമല്ല, തിന്മ പെരുകി അതിനെ വിലയില്ലാത്ത, അല്ലെങ്കിൽ അത് നിസാരമാണ്. ഏത് തിന്മ ചെയ്താലും അത് നിസാരമാണെന്ന് ചിന്തിക്കും. അതിൻ്റെ ഗൗരവം ഇന്ന് നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന, അങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഞാൻ ഓർക്കുന്നൊരു സംഭവമുണ്ട്. എനിക്ക് പരിചയമുള്ള ഒരു ചേട്ടൻ ഒരിക്കൽ ഇവിടെ വന്നു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ അന്ന് ഈ മുകളിലൊന്നും കെട്ടിപ്പൊക്കിയിട്ടില്ല, ഈ ഹാളില്ല, താഴെയേ ഉള്ളൂ. ഇവിടെ ഇപ്പോൾ ഉള്ള നിത്യാരാധന ചാപ്പലൊന്നും നല്ല മനോഹരമായിട്ടില്ല, അതുപോലെ തന്നെ ഈ ഹാളില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിക്കുവാണെങ്കിൽ എൻ്റെ ഒരു പ്രത്യേക നിയോഗമുണ്ട്, ആ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ കാര്യം നടക്കുവാണെങ്കിൽ അച്ഛന് 10 ലക്ഷം രൂപ തരാം. 10 ലക്ഷം രൂപ തരാം അച്ഛൻ. അപ്പോൾ ഇതൊക്കെ കെട്ടിപ്പൊക്കാം, ഇവിടെ അത്യാവശ്യം സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ചോദിച്ചു. അപ്പോൾ ഈ ചേട്ടൻ എന്നോട് പറഞ്ഞു, ചേട്ടൻ്റെ മകളുടെ കല്യാണം കഴിഞ്ഞു, ഒരു കുട്ടിയുണ്ട്, വിദ്യാസമ്പന്നരാണ്, മകൾ വിദ്യാസമ്പന്നയാണ്. ആ കല്യാണം ഫെയിലിയറായി, ഡൈവോഴ്സ് കേസ് നടന്നുകൊണ്ടിരിക്കുക, തീർന്നിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആ കേസ് ഉടനെ തീരുമെന്ന് തോന്നുന്നുമില്ലെന്ന് പറഞ്ഞു. കാരണം 2 കൂട്ടരും വാശിക്ക് അത് കട്ടയ്ക്ക് കേസ്, ശ്രീപീഡന കേസും അങ്ങനെ പല പല കേസുകളും കൊടുത്ത് ഈ കേസ് തീരാതെ കിടക്കുക. അപ്പോൾ അത് ഉടനെ ഒന്നും തീരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മകൾക്ക് ഒരു ലീവിങ് ടുഗദർ, അതിനൊരാളെ കിട്ടണം. അതിനുവേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചാൽ ആ കാര്യം അങ്ങനെ ലീവിങ് ടുഗദറിന് വേണ്ടി പറ്റുന്ന ഒരാളെ തരുവാണെങ്കിൽ, പ്രാർത്ഥിച്ച് തരുവാണെങ്കിൽ 10 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഉള്ള ഈ കേസ് കെട്ട് അവിടെ നിൽക്കുകയാണ്. ആ വിവാഹ ബന്ധം തീർന്നിട്ടില്ല, ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടില്ല, അത് കോടതിയിൽ കിടക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കോടതിയിൽ കിടക്കുന്ന കേസ് അതവിടെ നിന്നോട്ടെ, ആ ബന്ധമെല്ലാം അവിടെ നിന്നോട്ടെ. പക്ഷേ ഒറ്റ കാര്യമുള്ളൂ, ഒരാളെ സംഘടിപ്പിച്ച് കിട്ടണം. പ്രാർത്ഥിച്ച് ലീവിങ് ടുഗദറിന് ഒരാളെ സംഘടിപ്പിച്ച് തരുവാണെങ്കിൽ 10 ലക്ഷം. ഹല്ലേലൂയ. ഞാനെന്ത് പറഞ്ഞു കാണുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? ഹല്ലേലൂയ. നിങ്ങളാണെങ്കിൽ എന്ത് പറയും? 10 ലക്ഷം പോന്നോട്ടെ എന്ന് പറയും അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ 10 ലക്ഷത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു. ഇന്ന് ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഏത് പാവവും നിസാരമാണ് എന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ടാണ് യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ 5-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുലിഖിതം, നമുക്ക് ബൈബിൾ തുറക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 5-ാമത്തെ അധ്യായം 20-ാമത്തെ തിരുലിഖിതം ഒരുമിച്ച് വായിക്കാം. മൈക്ക് പിടിക്കുന്നവർ മൈക്ക് തന്നെ എടുത്ത് വായിച്ചു. മലയാളം അറിയാവുന്നവർ ഒരുമിച്ച് വായിക്കാം. അറിയത്തില്ലേ? ഒരുമിച്ച് വായിക്കാം. തിന്മയെ നന്മയെന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം, പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം, മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, നന്മയെ തിന്മയെന്ന് വിളിക്കരുത്, തിന്മയെ നന്മയെന്ന് വിളിക്കരുത്. അങ്ങനെ വിളിക്കുന്നവർക്ക് ദുരിതം എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പ്രകാശത്തെ അന്ധകാരമെന്ന് വിളിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ പാപത്തെ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോവുകയാണ്. കാരണം ഇന്ന് അനേകം വ്യക്തികളുടെ ജീവിതങ്ങളിൽ നന്മ ദർശിക്കാനോ ദൈവത്തെ ദർശിക്കാനോ ദൈവിക കാര്യങ്ങൾ തിരിച്ചറിയാനോ പറ്റാത്ത വിധത്തിൽ അവരുടെ മനസ്സുകൾ അന്ധമായി തീർന്നു. ഇതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ കോരിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 4:4, കോരിന്തോസ് 2:4, അവിടെ ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നത് ഒരുമിച്ച് വായിക്കാം. പെട്ടെന്നെടുത്തു.
ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസികളായ അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിന്റെ പ്രതിരൂപമായ ക്രിസ്തുവിന്റെ മഹത്വമേറിയ സുവിശേഷത്തിന്റെ പ്രകാശം അവർക്ക് ദൃശ്യമല്ല. അപ്പൊ ഈ ലോകത്തിന്റെ ദേവൻ അവിശ്വാസപരമായി ജീവിക്കുന്നവരുടെ മനസ്സിനെ അന്ധമാക്കി. അതുകൊണ്ട് ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം ഇന്ന് അനേകം വ്യക്തികളുടെ ഹൃദയങ്ങളിൽ സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഈ അടുത്ത നാളുകൾ 2 മാസം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അപ്പൻ്റെ അനിയൻ്റെ മകൻ ആത്മഹത്യ ചെയ്തു. അവന് ആത്മഹത്യ ചെയ്യാനുള്ള കാരണം ഇന്നലെ എന്നോട് പറയുകയാണ്. കാരണം എന്താണെന്ന് പറയുകയാണ്. അവൻ മരിച്ച സമയത്ത് 2 മാസം മുമ്പ് അവിടെ ചെന്നപ്പോൾ എന്താണ് കാരണം എന്ന് മനസ്സിലായില്ല. ഡിഗ്രി പഠിച്ചു. ഡിവൈൻ ധ്യാന കേന്ദ്രത്തിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഡിഗ്രി കോളേജിൽ ഡിജിറ്റൽ മീഡിയയിൽ പഠിച്ചു. ഫസ്റ്റ് റാങ്കോടുകൂടി പാസ്സായി. 2 വർഷത്തോളം അവന് ഏതോ ചെറിയ കമ്പനികളിൽ ജോലിയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ പിന്നീട് അത് നിർത്തി. അത്തരം കാര്യങ്ങൾ ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ്, നല്ല ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ ആ ദിവസങ്ങളിൽ പറഞ്ഞു കേട്ടത്. പക്ഷേ ഇന്നലെ ആ സ്ഥലത്ത് അവൻ്റെ വീട്ടിൽ പോവുകയും അതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം എൻ്റെ ഈ സുഹൃത്ത് എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറയുകയാണ്, ഇങ്ങനെ ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവൻ ഏതാണ്ട് ഒരു ഗെയിം കളിക്കുകയായിരുന്നു പറഞ്ഞു. എന്തോ ഒരു ഗെയിം, പബ്ജിയോ അങ്ങനെ ഏതാണ്ട് ഒരു ഗെയിമുണ്ട്, പിള്ളേർക്കറിയാം അതിനെക്കുറിച്ച്. അങ്ങനെയുള്ള ഗെയിം കളിച്ച് അതിലേണ്ട തോറ്റ് കഴിഞ്ഞാൽ വെടിവെക്കുന്ന പരിപാടിയോ അങ്ങനെ ഏതാണ്ടൊക്കെയാണെന്നാണ് പറഞ്ഞത്. എനിക്കതിനെക്കുറിച്ച് കൃത്യം അറിയത്തില്ല. എന്തായാലും ഇതിനെക്കുറിച്ച് അറിയുന്നവരങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അങ്ങനെ ഇവന് ഈ അതിൽ തോറ്റു. അങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കളി അവൻ്റെ തലയ്ക്ക് ഒരു അഡിക്ഷനായി മാറി. അങ്ങനെ അവൻ ഒറ്റപ്പെട്ടു, അതുപോലെ നിരാശപ്പെട്ടു. അങ്ങനെ അവൻ ആത്മഹത്യ ചെയ്തു എന്നാണ് ഇന്നലെ ആ വീട്ടുകാർ പറഞ്ഞെന്ന് ഈ ചേട്ടൻ എന്നോട് പറയുകയാണ്. അപ്പോൾ സ്നേഹമുള്ളവരെ, ഇന്ന് പഠിപ്പുണ്ട്, വിദ്യാഭ്യാസമുണ്ട്, റാങ്കുണ്ട്, അറിവുണ്ട്. പക്ഷേ ചില തെറ്റായ ഗെയിമുകളിലൂടെ ഇന്ന് കുട്ടികൾ കടന്നു വന്ന് അവരുടെ ജീവിതത്തിൽ പ്രത്യേകമായ പ്രതിസന്ധി രൂപപ്പെടുന്നു. അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി അതിജീവിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ മനസ്സ് ദുർബലമായി തീരുന്നു. അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നുമെല്ലാം ഇങ്ങനെയുള്ള ഗെയിമുകളിലൂടെ കുട്ടികൾ അകന്നു പോകുന്നു. അന്ധവിശ്വാസവും അല്ലെങ്കിൽ അവിശ്വാസവും പൈശാചികമായ ബന്ധനങ്ങളും എല്ലാം അവരുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ഒറ്റ ചിന്തയുള്ളൂ, ഇനി ആത്മഹത്യ ചെയ്യണം. എങ്ങനെ ചിന്തിക്കുകയാണ്? ആത്മഹത്യ അല്ലാതെ ഇനി ഒരു വഴിയുമില്ല എന്ന് ചിന്തിക്കത്തക്ക വിധത്തിൽ ഇന്ന് തിന്മ അത്രമാത്രം പെരുകി. അതുകൊണ്ട് ജീവിതത്തെ നാശത്തിലേക്ക് പോയാലും കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന യുവതീ-യുവാക്കന്മാർ പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് ദൈവത്തിന് വചനം പറയാം. കോർദോസ് 2:4 നമുക്കൊന്നുകൂടി വായിക്കാം. ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളായി അവരുടെ മനസ്സിനെ അന്ധമാക്കിയിരിക്കുന്നു. തന്നിമിത്തം ദൈവത്തിൻ്റെ പ്രതിരൂപമായ ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം അവർക്ക് ദർശനമല്ല. അപ്പം യേശുവിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശം ഹൃദയത്തിൽ കടന്നു വരാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ഹൃദയത്തെ അന്ധമാക്കി മാറ്റി. അപ്പം ജീവിതത്തിൽ തിന്മയായ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നു വരും. തെറ്റായ കൂട്ടുകെട്ടുകൾ കടന്നു വരും, അല്ലെങ്കിൽ തെറ്റായ ഗെയിമുകൾ വരും. കുറച്ചു കാലം മുമ്പുണ്ടായിരുന്നല്ലോ ബ്ലൂ ഗെയിൽ എന്ന് പറയുന്ന ഒരു ഗെയിം. അതിലൂടെ കളിച്ച അനേകം വ്യക്തികൾ ആത്മഹത്യ ചെയ്തതിനെക്കുറിച്ചെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. അതുപോലെ തിരുവനന്തപുരത്ത് ആസ്ട്രൽ അങ്ങനെ എന്തോ ഒരു സംഭവം, ഈ ഗെയിമായിട്ട് ബന്ധപ്പെട്ട് ആസ്ട്രൽ പ്രൊജക്ഷൻ അങ്ങനെ എന്തോ ഒരു പേരിൽ ഉള്ള ഒരു പരിപാടി നടത്തി. ഒരു ചെറുപ്പക്കാരൻ പയ്യൻ, തിരുവനന്തപുരംകാരൻ പയ്യൻ, അവൻ അതിൻ്റെ ആ ഗെയിമിൽ അഡിക്ഷനായി മാറി. പിന്നീട് ഇവൻ്റെ വീട്ടിൽ 3-ാം നിലയിലാണ് താമസം. ലിഫ്റ്റൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓരോരുത്തരെ അവൻ്റെ കസിൻസ് ആയിട്ടുള്ളവരും അതുപോലെ പേരൻസ് ആയിട്ടുള്ളവരും ഓരോരുത്തരെ മുറിയിലേക്ക് ലിഫ്റ്റിൽ കൊണ്ടുപോയി കയറി വന്നു കഴിയുമ്പം കോടാലി വെച്ച് തട്ടിക്കളയുന്ന ഒരു പ്രതിഭാസം അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു കാര്യം ഉണ്ടായി. അങ്ങനെ അവൻ കൊന്നുകളഞ്ഞു എന്നൊക്കെ പിന്നീട് അത് തിരിച്ചറിയുകയും അവനെ പിടിച്ച് ജയിലിലിടുകയും അവനെ അതുമായി ബന്ധപ്പെട്ട് ഒരു തകർച്ച ആ കുടുംബത്തിൽ കടന്നു വന്നു എന്ന് വായിച്ചത് ഞാൻ ഓർക്കുക. പത്രങ്ങളിലെല്ലാം വന്നൊരു കാര്യമാണ്.
അപ്പോൾ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളെ അവിശ്വാസത്തിലേക്കും അന്ധവിശ്വാസത്തിലേക്കും അതുപോലെ തന്നെ ദൈവത്തിൽ നിന്നുമെല്ലാം അകന്ന് ഹൃദയത്തിൻ്റെ നന്മ ചോർത്തിക്കളയുന്ന അനേകം പ്രസ്ഥാനങ്ങൾ ഈ കാലഘട്ടങ്ങളിലുണ്ട്. പറഞ്ഞേ ഹല്ലേലൂയ. വലുതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് റോമാ ലേഖനത്തിൽ 6-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുലിഖിതം, റോമാലേഖനം 6:16 ദൈവത്തിന് വചനം ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്ന് അറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിൻ്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിൻ്റെ അടിമകൾ. ഇപ്പോൾ ദൈവത്തിന് വചനം പറയാം, ഇങ്ങനെ തെറ്റായ ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളിലൂടെയോ ഗെയിമുകളിലൂടെയോ ദൈവത്തിനകത്തുന്ന ഏതെങ്കിലും പ്രത്യേകമായ പദ്ധതികളിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ അതിൻ്റെ അടിമത്തം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കടന്നു വരും. അത് പാപകരമായ കാര്യമാണെങ്കിൽ അത് പാപത്തിലേക്കും നാശത്തിലേക്കും വരും എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. നീതിയിലേക്ക് നയിക്കുന്ന നീതിയുടെ കാര്യങ്ങളിലൂടെ പോയിട്ടുണ്ടെങ്കിൽ അത് അനുസരണത്തിൻ്റെ, നീതിയുടെ, കൃപയുടെ അടിമകളായിട്ട് മാറുമെന്ന് ദൈവത്തിന് വചനം പറയാം. നമുക്കൊരിക്കൽ കൂടി ആ വചനം വായിക്കാം. റോമ 6:16 ഒരുമിച്ച് വായിക്കാം. നിങ്ങൾ അനുസരണമുള്ള ദാസരെ പോലെ നിങ്ങളെ തന്നെ ആർക്കെങ്കിലും സമർപ്പിക്കുമ്പോൾ നിങ്ങൾ അവൻ്റെ അടിമകളാണെന്നറിയുന്നില്ലേ? ഒന്നുകിൽ മരണത്തിലേക്ക് നയിക്കുന്ന പാപത്തിന്റെ അടിമകൾ, അല്ലെങ്കിൽ നീതിയിലേക്ക് നയിക്കുന്ന അനുസരണത്തിന്റെ അടിമകൾ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുമർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. യേശുവേ ആരാധന, ഹല്ലേലൂയാം. അതുകൊണ്ട് തിന്മയായ കാര്യങ്ങൾ, പാപത്തിന്റെ സാഹചര്യങ്ങൾ, അതിനെ നമ്മുടെ ജീവിതത്തിൽ അകറ്റിക്കളയണമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. നമ്മൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പാപത്തിൻ്റെതായ തിന്മയുടേതായ ആസക്തികളെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള ഒരു പരിശ്രമം ജീവിതത്തിൽ വേണം എന്ന് ദൈവത്തിന് വചനം പറയാം. റോമാലേഖനം 6:12. റോമാലേഖനം 6:12 നമുക്ക് ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ഇപ്പൊ ദൈവത്തിന് വചനം പഠിപ്പിക്കുക, ജഡമോഹങ്ങൾ, തിന്മയായ കാര്യങ്ങൾ, ആസക്തികൾ നിങ്ങളുടെ കീഴ്പ്പെടുത്തി പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ നിറഞ്ഞു നിൽക്കാതിരിക്കാൻ, പാപം നിങ്ങളുടെ ജീവിതത്തെ നയിക്കാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ടും ജാഗരൂകത പാലിക്കണമെന്ന് ദൈവത്തിന് വചനം പറയാം. നമുക്ക് ഈ വചനം വലതുകരം ഉയർത്തി പറയാം. റോമാലേഖനം 6:12 ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്താൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. അടുത്ത വചനം 13-ാമത്തെ വചനം, നിങ്ങളുടെ അവയവങ്ങളെ അനീതിയുടെ ഉപകരണങ്ങളായി പാപത്തിന് സമർപ്പിക്കരുത്. മരിച്ചവരിൽ നിന്ന് ജീവൻ പ്രാപിച്ചവരായി നിങ്ങളെ തന്നെയും നീതിയുടെ ആയുധങ്ങളായി നിങ്ങളുടെ അവയവങ്ങളെയും ദൈവത്തിന് സമർപ്പിക്കുവിൻ. ഹല്ലേലൂയാം, ഹല്ലേലൂയാം, ഹല്ലേലൂയാം. അപ്പൊ ദൈവത്തിന്റെ വചനം ഇന്ന് നമ്മോട് പ്രത്യേകമായിട്ട് പറയാം, നമ്മുടെ അവയവങ്ങളെ നമ്മൾ വിശുദ്ധീകരിക്കണം. തെറ്റായ പാപകരമായ ജീവിത വഴികളിലൂടെ നയിക്കുന്ന വ്യക്തികളും പ്രസ്ഥാനങ്ങളും സാഹചര്യങ്ങളും ഒഴിവാക്കണം എന്ന് ദൈവത്തിന് വചനം പറയാം. ഇല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൽ, മനസ്സിൽ പാപവും പാപകരമായ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തെ ഭരണം നടത്തുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കാം. പറഞ്ഞേ ഹല്ലേലൂയാം, ഹല്ലേലൂയാം. വലതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയാം. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയാം. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ സാഹചര്യങ്ങൾ പാപത്തെ നിസാരവൽക്കരിച്ച് ഇന്ന് പാപത്തിൻ്റെ വഴികളിലൂടെ നമ്മൾ ഇന്ന് കടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥ എത്രമാത്രം അധപ്പതിച്ചു എന്ന് തീത്തൂസിൻ്റെ ലേഖനം 3:3 വചനം പറയാം. എത്രമാത്രം നമ്മുടെ ജീവിതങ്ങൾ അധപ്പതിച്ചു പോകും. തിന്മയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, ആസക്തിയിലൂടെ, അശുദ്ധിയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ എത്രമാത്രം അധപ്പതിച്ച ഒരു ജീവിതമാണ് നമ്മുടെ ജീവിതമെന്ന് ദൈവത്തിന് വചനം പറയാണ്. തീത്തൂസിൻ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 3-ാമത്തെ തിരുലിഖിതം നമുക്ക് ഒരുമിച്ച് വായിക്കാം. വായിച്ചുറങ്ങാം.
എന്തെന്നാൽ നാം തന്നെയും ഒരു കാലത്ത് മൂഢന്മാരും അനുസരണമില്ലാത്തവരും തെറ്റായ മാർഗത്തിലൂടെ നയിക്കപ്പെട്ടവരും പലതരം മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചുവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കുന്നവരും ആയിരുന്നു. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, നമ്മൾ പലതരത്തിലുള്ള മോഹങ്ങൾക്കും സുഖേച്ഛകൾക്കും അടിമപ്പെട്ടവരും ദ്രോഹബുദ്ധിയിലും അസൂയയിലും ദിവസങ്ങൾ കഴിച്ചുവരും മനുഷ്യരാൽ വെറുക്കപ്പെട്ടവരും പരസ്പരം വെറുക്കപ്പെട്ടവരുമായി നമ്മൾ ജീവിച്ചു. അങ്ങനെ തെറ്റായ വഴികളിലൂടെ ജീവിച്ചു എന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പോൾ പാപത്തെ നിസാരമായി കരുതുമ്പോൾ, പാപത്തെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതിനെ നിയന്ത്രിക്കാതെ ഇരിക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അവസ്ഥയിലേക്ക് അധപ്പതിക്കുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ഇന്ന് ഈ കാലഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ കൃപയിലുള്ള ഒരു ജീവിതമാക്കി മാറ്റണമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പാപത്തെ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ മറിയം പല സ്ഥലങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് പാപത്തെ നിസാരവൽക്കരിച്ച് കാണുന്ന ജനതയെക്കുറിച്ച് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട്. ഇക്വഡോറിൽ മാതാവ് ഒരു സിസ്റ്ററിന് പ്രത്യക്ഷപ്പെട്ടു 1634. വാഴ്ത്തപ്പെട്ട മദർ മരിയാന ഓഫ് ജീസസ് ടോറസ് എന്ന് പറയുന്ന ഒരു സിസ്റ്ററിന് പ്രത്യക്ഷപ്പെടുക 400 വർഷങ്ങൾക്ക് മുമ്പ്. അങ്ങനെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ കാലഘട്ടങ്ങളിൽ വരുന്ന 20-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന പാപത്തിൻ്റെ ആധിക്യത്തെക്കുറിച്ചും പാപത്തെ നിസാരവൽക്കരിച്ച് കാണുന്ന ജനതകളെക്കുറിച്ചും പരിശുദ്ധ മറിയം പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു. 1906 മരിച്ച് അടക്കപ്പെട്ട ഈ സിസ്റ്ററിൻ്റെ ശവകുടീരം തുറക്കുമ്പോൾ ശരീരം അഴുകാതെ ഇരിക്കുന്നതെല്ലാം കണ്ടു. അതുപോലെ തന്നെ അലൗകികമായ സുഗന്ധവുമെല്ലാം ആ കല്ലറയിൽ നിന്നെല്ലാം പുറത്തേക്ക് വന്നു എന്നുള്ളത് ആ കാലഘട്ടത്തിൽ പേപ്പറിലൊക്കെ വന്നൊരു കാര്യമാണ്. ദീപികാരത്തിന് മുമ്പിൽ ഒരു ദിവസം ഈ സിസ്റ്റർ പ്രാർത്ഥിക്കുമ്പോൾ സക്രാരിയിലെ വിളക്ക് അണഞ്ഞു പോവുകയാണ്. സക്രാരിയുടെ അടുത്തുള്ള കെടാവിളക്ക് അണഞ്ഞുപോയി. അപ്പോൾ ഈ സമയത്ത് അത് കത്തിക്കാൻ വേണ്ടി ഈ സിസ്റ്റർ ആലോചിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഈ ദേവാലയത്തിൽ അലൗകികമായ ഒരു പ്രകാശം വന്ന് നിറയുക. അലൗകികമായ പ്രകാശം നിറഞ്ഞു. പെട്ടെന്ന് മാതാവ് അവിടെ പ്രത്യക്ഷപ്പെട്ടു. മാതാവ് കണ്ണുനീർ പൊഴിക്കുന്നു. മാതാവ് കണ്ണുനീർ പൊഴിക്കുന്നത് കണ്ടപ്പോൾ സിസ്റ്റർ ചോദിക്കുകയാണ്, എൻ്റെ പാപം കൊണ്ടാണോ കരയുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, എൻ്റെ പാപം കൊണ്ടല്ല. 20-ാം നൂറ്റാണ്ടിലെ ദുഷ്ടത പാപത്തെ നിസാരവൽക്കരിച്ച് 20-ാം നൂറ്റാണ്ടിൽ ദൈവജനം കാണുന്നു, ലോകം കാണുന്നു. അത് കണ്ടിട്ടാണ് സങ്കടം കൊണ്ടാന്ന് പറഞ്ഞു. സ്വർഗത്തിൻ്റെ വേദനയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സമയത്ത് മാതാവ് പറഞ്ഞ് ഈ സമയത്ത് പിതാവായ ദൈവത്തിൻ്റെ ഒരു സ്വരം കേട്ടു. അതുമാത്രമല്ല, ആ സമയത്ത് ഈശോയെ കണ്ടു. ഈശോയുടെ മുകളിൽ 3 വാളുകൾ പ്രത്യക്ഷപ്പെടുന്നതെല്ലാം ഇവൾ കാണുകയാണ്. അപ്പോൾ പിതാവായ ദൈവം ഈ ശിഷ്യനിലൂടെ വെളിപ്പെടുത്തി തന്ന കാര്യം ഇതാണ്: പാഷണ്ഡതകൾ ശിക്ഷിക്കപ്പെടുമെന്ന് പറയുകയാണ്. ദൈവദൂഷണങ്ങൾ ശിക്ഷിക്കപ്പെടും, അശുദ്ധി ശിക്ഷിക്കപ്പെടും. അപ്പോൾ 3 കാര്യങ്ങൾ പറയുക. ദൈവനിഷേധപരമായ പഠനങ്ങൾ, പാഷണ്ഡതകൾ ശിക്ഷിക്കപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ദൈവദൂഷണം നടത്തിയാൽ അത് ശിക്ഷിക്കപ്പെടും. അതുപോലെ തന്നെ അശുദ്ധി ശിക്ഷിക്കപ്പെടും. അപ്പോൾ മാതാവ് മരിയാന ശിഷ്യനോട് പറഞ്ഞു വയ്ക്കുന്നുണ്ട്, സ്നേഹത്തിൻ്റെ തടവുകാരനായ ഈശോ വസിക്കുന്ന സക്രാരിയുടെ അടുത്ത് ആ ദീപം അണഞ്ഞു പോയെങ്കിൽ അതിന് ചില സൂചനകളുണ്ട്, അതിന് ചില അർത്ഥങ്ങളുണ്ട്, അർത്ഥതലങ്ങളുണ്ട് എന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. എന്നിട്ട് ഒന്നാമത് പറയുന്നൊരു കാര്യം ഇതാണ്: 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ സത്യവിശ്വാസത്തിന് വിരുദ്ധമായ പുതിയ ആശയങ്ങൾ സഭയിൽ മുളച്ചു വരും. സത്യവിശ്വാസത്തിന് വിരുദ്ധമായ ആശയങ്ങളും പഠനങ്ങളും സഭയിൽ ഉണ്ടായി വരുമെന്ന് പരിശുദ്ധ മറിയം വെളിപ്പെടുത്തി തരികയാണ്. എന്നിട്ട് പരിശുദ്ധ മറിയം പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്, ധാർമ്മികമായ അപജയങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ
അനേകം വ്യക്തികളുടെ ജീവിതത്തിൽ വന്ന് വിശ്വാസത്തിൻ്റെ വെളിച്ചം അണഞ്ഞു പോകുമെന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, സത്യവിശ്വാസം കാത്തു സൂക്ഷിക്കുന്നവർ, അതുപോലെ അത് പഠിപ്പിക്കുന്നവർ, സത്യവിശ്വാസം ജീവിക്കപ്പെടുന്നവർ കളിയാക്കപ്പെടും, അതുപോലെ ഒറ്റപ്പെടും, പീഡിപ്പിക്കപ്പെടുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പോൾ 20-ാം നൂറ്റാണ്ടിൽ ധാർമ്മികമായ അപജയം വന്ന വിശ്വാസത്തിന് വിരുദ്ധമായ പഠനങ്ങൾ, ആശയങ്ങൾ പ്രചരിപ്പിക്കപ്പെടുമെന്ന് ഒന്നാമതായിട്ട് പറയുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് സന്യാസ സമൂഹങ്ങൾ ഉപേക്ഷിക്കപ്പെടും എന്ന് പറയുകയാണ്. സന്യാസ സമൂഹങ്ങൾ അത് അഗാധമായ വെറുപ്പും അതുപോലെ തന്നെ ദുരിതങ്ങളും ഏറ്റുവാങ്ങി അത് വിസ്മൃതിയിൽ ആണ്ടുപോകുമെന്ന് പറഞ്ഞു വയ്ക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ദൈവവിളികൾ നഷ്ടപ്പെടും, പുതിയ ദൈവവിളികൾ ഉണ്ടാകാതെ വരും. അതുപോലെ തന്നെ വിവേകത്തോടും ജ്ഞാനത്തോടും കൂടി പരിശീലനങ്ങൾ നൽകാത്തതിനാൽ ദൈവവിളികൾ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പരിശുദ്ധ മറിയം പറയുകയാണ്. അപ്പം അതുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ വരുന്ന വലിയ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സമർപ്പിത ജീവിതങ്ങൾ ഇല്ലാതാകും. അങ്ങനെയുള്ള സമർപ്പിത സമൂഹങ്ങൾ വിസ്മൃതിയിലേക്ക് പോകുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം തിന്മയെ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു സമൂഹത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കും. നല്ല ദൈവവിളികൾ ഇല്ലാതാകുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. സ്വർഗത്തിൻ്റെ ഒരു വേദന പറയുക. മൂന്നാമത്തെ കാര്യം പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ്, അശുദ്ധിയുടെ അരൂപി കൊണ്ട് അന്തരീക്ഷം നിറയുമെന്ന് പറഞ്ഞ ഭൂതല മുഴുവനും അശുദ്ധി കൊണ്ട് നിറയപ്പെടും. തെരുവുകളിലും പൊതുസ്ഥലങ്ങളിലും മ്ലേച്ഛതയുടെ പെരുവെള്ളച്ചാൽ ഉണ്ടാകുമെന്ന് പറയുകയാണ്. മ്ലേച്ഛമായ പ്രവൃത്തികൾ പൊതു സ്ഥലങ്ങളിലും തെരുവുകളിലുമെല്ലാം ഉണ്ടാകുന്ന ഒരു പ്രത്യേക അവസ്ഥയിലേക്ക് അതപ്പതിക്കും. അതുകൊണ്ട് വിശുദ്ധരായ ആത്മാക്കളുടെ എണ്ണം കുറയുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. അപ്പം അശുദ്ധി എല്ലായിടത്തും തലപൊക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ പാപത്തെ നിസാരമായി കണ്ടു, അതുകൊണ്ട് എവിടെയും എന്തുമാകാമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ കാര്യം, ദുഷ്ടശക്തികൾ സമൂഹത്തിലെ എല്ലാ തലങ്ങളിലേക്കും നുഴഞ്ഞു കയറും. ദുഷ്ടശക്തികൾ, തിന്മയായ കാര്യങ്ങൾ എല്ലാ സ്ഥലങ്ങളിലേക്കും സമൂഹത്തിലേക്ക് കടന്നു വരും. അപ്പോൾ കുടുംബങ്ങളിലേക്ക് കടന്നു വരും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകും. കുട്ടികളുടെ നിഷ്കളങ്കത നഷ്ടപ്പെട്ടു പോകും. ഇതെല്ലാം പരിശുദ്ധ മറിയം പറയുകയാണ്. ഇപ്പോൾ കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ വരും. അങ്ങനെ വിള്ളലുകൾ വരുമ്പോൾ ദൈവവിളികൾ നശിപ്പിക്കപ്പെടും. പുരോഹിതർ പൗരോഹിത്യ ശുശ്രൂഷ ഉപേക്ഷിക്കും. സഭ അന്ധകാരം നിറഞ്ഞ വഴികളിലൂടെ സഞ്ചരിക്കുന്ന കാലഘട്ടം വരും. അങ്ങനെ രാജ്യങ്ങളിൽ തിന്മ പെരുകും. രാജ്യങ്ങളിൽ തിന്മ പെരുകുമ്പോൾ പിന്നീട് സംഭവിക്കുന്നത് യുദ്ധങ്ങൾ കടന്നു വരും, പകർച്ചവ്യാധികൾ കടന്നു വരും, ക്ഷാമങ്ങൾ കടന്നു വരും, പ്രകൃതി ദുരന്തങ്ങൾ കടന്നു വരും. അങ്ങനെ ഒരു പ്രത്യേകമായ ഒരു അരാജകത്വത്തിൻ്റെ അവസ്ഥയിലേക്ക് സമൂഹം കടന്നു പോകും, രാജ്യങ്ങൾ കടന്നു പോകുമെന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. പുരോഹിതരുടെയും വൈദികരുടെയും രക്തമെല്ലാം ഒഴുക്കപ്പെടുമെന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ളൊരു പ്രതിസന്ധി സമൂഹത്തിൽ, പൊതുസമൂഹത്തിൽ കടന്നു വരുമെന്ന് പരിശുദ്ധ മറിയം മുന്നറിയിപ്പ് നൽകുകയാണ്. അപ്പോൾ പാപത്തെ നിസ്സാരവൽക്കരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണിത്. പാപത്തെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന ഒരു പ്രത്യേകമായ അവസ്ഥ സംജാതമാകും. ഇന്ന് അങ്ങനെയുള്ള ലീവിങ് ടുഗദർ പോലെയുള്ള കാര്യങ്ങളുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്, എന്നെ ഒരു അമ്മച്ചി പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചത് ഓർക്കുകയാണ്. വിളിച്ച് ചങ്ങനാശ്ശേരി ഭാഗത്തു നിന്നാണ്. ഈ അമ്മച്ചി പറഞ്ഞു, എൻ്റെ 3 മക്കളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. മൂത്തവന് 37 വയസ്സായി, കല്യാണം കഴിയുന്നില്ല. അവൻ ഡോക്ടറാന്ന് പറഞ്ഞു, ഗൾഫിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പം രണ്ടാമൻ്റെയും കഴിഞ്ഞിട്ടില്ല, മൂന്നാമൻ്റെയും കഴിഞ്ഞിട്ടില്ല. അപ്പം ഇത് വിവാഹം എന്ത് ചെയ്താൽ നടക്കുന്നില്ല. അപ്പം അതുകൊണ്ട് ഈ മക്കളുടെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമനോട് പറഞ്ഞാൽ നീ കല്യാണം കഴിക്കാൻ പറഞ്ഞു, മൂത്തവൻ്റെ കഴിയട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് അതെല്ലാം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ ഈ പിള്ളേരോടൊന്ന് ഒന്ന് വിളിക്കാൻ പറയാമെന്ന് ചോദിച്ചു. അപ്പോൾ മൂത്തവൻ എന്നെ ഗൾഫിൽ നിന്നും ഡോക്ടർ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, എൻ്റെ അമ്മ വിളിച്ചു, എൻ്റെ കല്യാണം നടത്താൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് വിളിച്ചു. അങ്ങനെ വിളിച്ചതിൻ്റെ പേര് ഞാൻ വിളിച്ചതാണ്. പക്ഷേ അച്ഛനെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കല്യാണം നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണ്ട. അപ്പം ഞാൻ ചോദിച്ചു, എന്തിയേ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കേണ്ടാത്ത എന്താ ചോദിച്ചു. എൻ്റെ കല്യാണം ഓൾറെഡി കഴിഞ്ഞാന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എന്നോട് പറഞ്ഞു,
എൻ്റെ കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കല്യാണം ഒരു പെണ്ണിനെയല്ല കെട്ടിയെന്ന് പറഞ്ഞു. ഞാനൊരു പുരുഷൻ്റെ കൂടെ ജീവിക്കുകയാണ്, പുരുഷനെ കെട്ടി, അങ്ങനെ ഞാൻ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കൊന്നും വേണ്ട, അമ്മയോട് പറഞ്ഞ് രണ്ടാമൻ്റെ കല്യാണം നടത്തിക്കോളാൻ പറയാൻ പറഞ്ഞു. അതിന് വേണ്ടി വിളിച്ചതെന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം ഇതൊക്കെ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നതാണ്. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ ഉണ്ട്. ഇവരെന്നെ വിളിച്ച് പറയാം, ഡോക്ടറാണ്, വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇതൊരു തെറ്റാന്ന് ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ഇന്ന് നമ്മുടെ സമൂഹ ജീവിതങ്ങളിൽ, കുട്ടികളുടെ ഇടയിലോ അല്ലെങ്കിൽ യുവാക്കന്മാരുടെ ജീവിതത്തിലോ ഇതൊന്നും ഒരു തെറ്റാണ് എന്ന് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ അവരുടെ ജീവിതങ്ങൾ അധപ്പതിച്ചു പോയി. റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട്. റോമാലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 18 മുതലുള്ള വചനങ്ങളിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രത്യേകമായ അവസ്ഥയിലേക്ക്, ചിന്താഗതികളിലേക്ക് ദൈവമക്കൾ കടന്നു പോകുന്നതിനെക്കുറിച്ച് റോമാലേഖനം 1-ാമത്തെ അധ്യായം 21 മുതലുള്ള വചനങ്ങളിൽ ഇങ്ങനെ വചനം പഠിപ്പിക്കുന്നു. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും, ഒരുമിച്ച് വായിക്കാം, അവർ ദൈവത്തെ അറിഞ്ഞിരുന്നുവെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല. മറിച്ച് അവരുടെ യുക്തിവിചാരങ്ങൾ നിഷ്ഫലമായി തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിൽ ആണ്ടുപോവുകയും ചെയ്തു. ജ്ഞാനികളെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഭോഷന്മാരായി തീർന്നു. അവർ അനശ്വരനായി ദൈവത്തിൻ്റെ മഹത്വം നശ്വരനായ മനുഷ്യൻ്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടുകൂടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുത്തു. എന്തെന്നാൽ അവർ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു. അവർ സൃഷ്ടാവിലുപരി സൃഷ്ടിയെ ആരാധിക്കുകയും സേവിക്കുകയും ചെയ്തു. അവിടുന്ന് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. ആമേൻ. അക്കാരണത്താൽ ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധങ്ങൾക്ക് പകരം പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെട്ടു. അതുപോലെ പുരുഷന്മാർ സ്ത്രീകളുമായുള്ള സ്വാഭാവിക ബന്ധം ഉപേക്ഷിക്കുകയും പരസ്പര ആസക്തിയാൽ ജ്വലിച്ച് അന്യോന്യം ലജ്ജാകര കൃത്യങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു. തങ്ങളുടെ തെറ്റിന് അർഹമായ ശിക്ഷ ലഭിച്ചു. ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മ അവർ കരുതിയത് നിമിത്തം അധമവികാരത്തിനും അനുചിത പ്രവൃത്തികൾക്കും ദൈവം അവരെ വിട്ടുകൊടുത്തു. അപ്പോൾ ദൈവം വിട്ടുകൊടുക്കും, അധമവികാരങ്ങൾക്കും അനുചിത പ്രവൃത്തികൾക്കും ദൈവം വിട്ടുകൊടുക്കും. കാരണം എന്താ? ദൈവത്തെ ദൈവമായി അംഗീകരിക്കുകയോ ദൈവത്തിന് മഹത്വം നൽകുകയോ ചെയ്യാത്തത് കൊണ്ട് സ്വവർഗ ഭോഗങ്ങൾ ഉണ്ടാകുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. സ്വാഭാവിക ബന്ധങ്ങൾ വിട്ട് അശുദ്ധമായ ബന്ധങ്ങളിലേക്ക് സ്ത്രീകൾ പോകും, പുരുഷന്മാർ പോകുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലുതിന് വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. ഞാനൊരു പള്ളിയിലായിരിക്കുന്ന സമയത്ത് എന്നെ എറണാകുളം ഭാഗത്തുനിന്ന് ഒരു ചേട്ടൻ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇന്ന പയ്യൻ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. ഇന്ന പയ്യൻ എങ്ങനെയുണ്ട്, അവൻ്റെ ഒരു കല്യാണം ആലോചിക്കാൻ പറഞ്ഞു. കല്യാണം ആലോചിക്കണം, അതിന് വേണ്ടി വിളിച്ചതാന്ന് പറഞ്ഞു. എൻ്റെ മകളെ കെട്ടിക്കാനാന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അവൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 2 മാസമായിട്ടുള്ളല്ലോ എന്ന് പറഞ്ഞു. 2 മാസമായുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞു, അങ്ങനെയല്ല, അവൻ്റെ കല്യാണം ഇപ്പോൾ ആലോചന നടന്നുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്തായാലും ഇപ്പം പള്ളിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞിപ്പോൾ 2 മാസമായതേ ഉള്ളൂ, അതുകൊണ്ട് ഇത്ര കാര്യം എനിക്കറിയത്തുള്ളൂ, കൂടുതൽ കാര്യം എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. ഫോൺ വെച്ചു. അപ്പം ഞാൻ ഈ അപ്പനെ വിളിച്ചപ്പം അപ്പനെ എന്നോട് പറഞ്ഞു, അച്ഛാ ഒരു കാര്യം പറയാൻ ഞങ്ങളിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. എന്തേലും ചോദിച്ചു. അത് വന്ന് പറയാമെന്ന് പറഞ്ഞു. വന്നു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അവൻ്റെ കല്യാണം കഴിഞ്ഞ് 2 മാസം പോലും ആകുന്നതിന് മുമ്പേ അതിപ്പോൾ വേർപിരിഞ്ഞ് നിൽക്കുകയെന്ന് പറഞ്ഞു. അപ്പോൾ എന്തേലും ചോദിച്ചു പറയാണ്, അവർക്ക് വേറൊരു കണക്ഷൻ ഉണ്ടായി. അങ്ങനെ കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ദിവസം ഇവൾ പറഞ്ഞു, എൻ്റെ മേത്ത് തൊട്ട് പോയേക്കരുത്, ഞാൻ വേറൊരുത്തനെ പ്രണയിക്കുന്നൊരു കേസാന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ ആ പടം ഞെട്ടി, ആരോടും മിണ്ടിയില്ല. ഇത് തമാശ പറയുന്നതെന്ന് വിചാരിച്ചു. 2-ാം ദിവസം ഇങ്ങനെയായി. അങ്ങനെ വന്ന് 1 മാസമായി. അപ്പോൾ ഇവർ തമ്മിൽ ഒരു ബന്ധമൊന്നുമില്ല. അങ്ങനെ എന്നാൽ പുറത്തെല്ലാം വളരെ മിടുക്കിയാണ്. ഇവൻ്റെ അപ്പനോടും ഇവൻ്റെ വീട്ടുകാരോടും എല്ലാം ഭയങ്കര സൗഹൃദത്തിൽ പോകുന്നു. ഇവനോട് വീട്ടിൽ കയറി കഴിഞ്ഞാൽ ഇവൻ ജോലി ചെയ്യുന്ന ഇവൻ
കല്യാണം കഴിഞ്ഞ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അവളെയും കൊണ്ടുപോയി. ഇവനും അവളുമായിട്ടൊരു ബന്ധമില്ല. അങ്ങനെ ഒരു മാസം കഷ്ടിയായി കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു മാസം പോലും അയച്ചില്ല, അവർ തമ്മിൽ വഴക്കായി, അങ്ങനെ അവിടെ നിന്ന് പിരിഞ്ഞു. അപ്പോൾ പിന്നീട് ആ വീട്ടുകാരെ അന്വേഷിച്ചാൽ ഇതേപോലെ കല്യാണം അന്വേഷിച്ചു എന്നുള്ളത് ഇങ്ങനെയുള്ള വിഷയമാണെന്നുള്ളത് സത്യമാണെന്ന് മനസ്സിലായി. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവർ പെട്ടെന്ന് എന്തായാലും ഈ കല്യാണവുമായി ബന്ധപ്പെട്ട് ഇങ്ങനൊരു വിഷയമുണ്ടെന്നും അവർ പിന്നീട് അത് സിവിൽ കോടതിയിൽ പോവുകയും, എന്തോ ദൈവകൃപയാൽ സാധാരണഗതി അങ്ങനെ കിട്ടാറില്ലാത്തതാണ്. 2 വർഷമൊക്കെ കഴിഞ്ഞ് മാറി സെപ്പറേറ്റ് ആയിരുന്നാലേ കിട്ടുള്ളൂ. പക്ഷേ ഇവർക്ക് 6 മാസം കൊണ്ട് ഈ ഡിവോഴ്സ് പേപ്പർ കിട്ടി. അങ്ങനെ പിന്നീട് 6 മാസം കഴിഞ്ഞപ്പോൾ ഈ കേസ് തന്നെ ഇവർ തന്നെ വിളിച്ചു കഴിഞ്ഞപ്പോൾ എന്തായാലും പിന്നീട് പള്ളിയിൽ നിന്നൊക്കെ കിട്ടി. അതൊക്കെ പെട്ടെന്ന് തന്നെ കാര്യങ്ങളെല്ലാം റെഡിയായി. ഇങ്ങനെയുള്ളൊരു റീസണബിൾ കേസ് ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും അങ്ങനെ ഈ കല്യാണം നടക്കുകയാണ്. കല്യാണം നടന്ന് ഈ അപ്പൻ വിളിച്ചിട്ട് എന്നോട് മകളുടെ കേസ് പറയുകയാണ്. മകളുടെ കേസ് എന്താണെന്ന് എന്നോട് പറഞ്ഞു തന്നിങ്ങനെയാണ്. അവൾ കല്യാണം കഴിഞ്ഞു. ഫസ്റ്റ് ഡേയിൽ UK പഠിച്ചു വന്ന ചെറുക്കൻ ഫസ്റ്റ് ഡേയിൽ അവൻ പറയുകയാണ്, എനിക്ക് നിന്നെ താല്പര്യമില്ല, നിലത്തിറങ്ങി കിടന്നോളാം പറഞ്ഞു. കട്ടിലേ കിടത്തിയില്ല. 2-ാം ദിവസം ഇതുപോലെ തന്നെ. അപ്പോൾ ഇവള് അമ്മയോട് പറഞ്ഞു, ഇങ്ങനെ താല്പര്യമില്ല, പുരുഷന്മാരെയാണ് താല്പര്യം, ഞാൻ അങ്ങനെ ജീവിച്ച. അപ്പോൾ ചോദിച്ചു, നീ എന്നാൽ പിന്നെ എന്തിനാ കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ വീട്ടുകാർ അവധിക്ക് വന്നപ്പോൾ നിർബന്ധിച്ച് കെട്ടണം എന്ന് പറഞ്ഞാണ് കെട്ടിയതെന്ന് പറഞ്ഞു. അങ്ങനെ 3-ാം ദിവസം അവൾ അവിടുന്ന് ഈ ബന്ധമെല്ലാം ഉപേക്ഷിച്ച് വീട്ടിൽ വന്നു. അങ്ങനെയുള്ളൊരു കേസ്. അപ്പോൾ ഇന്ന് ഈ രീതിയിൽ ചിന്തിക്കുന്ന അനേകം ചെറുപ്പക്കാരുണ്ടെന്നുള്ളതാണ്. അത് പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം ഇതാണ്: തിന്മയെ തിന്മയെന്നും നന്മയെ നന്മയെന്നും തിരിച്ചറിയാൻ പോലും പറ്റാത്ത വിധത്തിൽ ഈ കാലഘട്ടങ്ങളിൽ തിന്മ അത്രമാത്രം പെരുകിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. തിന്മയെ വളരെ നിസ്സാരമായിട്ടും പാപത്തെ തിന്മയായും കാണുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് ഇന്ന് സമൂഹം കടന്നു പോകുന്നത്. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. തിമോത്തിയോസിൻ്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. അവിടെ വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് വായിക്കാം. അവസാന നാളുകളിൽ ക്ലേശപൂർണമായ സമയങ്ങൾ വരും. അപ്പോൾ സ്വാർത്ഥമോഹികളും ധനമോഹികളും അഹങ്കാരികളും ഗർവിഷ്ഠരും ദൈവദൂഷകരും മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവരും കൃതജ്ഞരും വിശുദ്ധിയില്ലാത്തവരുമായ മനുഷ്യരുണ്ടാകും. അവർ മനുഷ്യത്വമില്ലാത്തവരും ഒന്നിനും വഴങ്ങാത്തവരും അപവാദം പറയുന്നവരും ആത്മനിയന്ത്രണമില്ലാത്തവരും നന്മയെ വെറുക്കുന്നവരും വഞ്ചകരും എടുത്തുചാട്ടക്കാരും അഹന്തയുള്ളവരും ദൈവത്തെ സ്നേഹിക്കുന്നതിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിരിക്കും. അവർ ഭക്തിയുടെ ബാഹ്യരൂപം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ചൈതന്യത്തെ നിഷേധിക്കും. ഇപ്പൊ ദൈവത്തിന് വചനം പറയാം, അവസാന നാളുകളിൽ ദൈവത്തെ നിഷേധിക്കുന്നവരും ദൈവസ്നേഹത്തിന് പകരം സുഖഭോഗങ്ങളിൽ ആസക്തിയുള്ളവരുമായിട്ടുള്ള വ്യക്തികൾ കടന്നു വരും. അവർ അനുസരണയില്ലാത്തവർ, എടുത്തിയാട്ടക്കാർ, അതുപോലെ ദൈവദൂഷകർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ഗർവിഷ്ഠർ, അഹങ്കാരികളായിട്ടുള്ളവർ അവസാന നാളുകളിൽ വരുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള തിന്മയായ കാര്യങ്ങൾ കടന്നു വരും. അതുകൊണ്ടാണ് റോമാലേഖനത്തിലേക്ക് നമ്മൾ വീണ്ടും കടന്നു വരുമ്പോൾ ദൈവത്തിന് വചനം 1:24 പറയുക, ദൈവം അവരെ തങ്ങളുടെ ഭോഗാസക്തികളോടെ ശരീരങ്ങൾ പരസ്പരം അപമാനിതമാകാൻ വേണ്ടി വിട്ടുകൊടുത്തു. ഇപ്പം ദൈവത്തെ ഉപേക്ഷിക്കുമ്പോൾ അശുദ്ധി തലപൊക്കും എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പോൾ സ്വാഭാവിക ബന്ധങ്ങൾ ദൈവത്തിന് വചനം 26 പറയുകയാണ്, ദൈവത്തെ അംഗീകരിക്കുന്ന പോരായ്മയായി
കരുതിയത് നിമിത്തം ദൈവം അവരെ നിന്ദ്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. നിന്ദ്യമായ അശുദ്ധമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്തു. എന്നിട്ട് വചനം പറയുകയാണ്, അവരുടെ സ്ത്രീകൾ സ്വാഭാവിക ബന്ധം ഉപേക്ഷിച്ച് സ്ത്രീകളോട് ചേരുന്നു, പ്രകൃതി വിരുദ്ധ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നു. പുരുഷന്മാർ അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പകരം പുരുഷന്മാരോടൊപ്പം ചേരുന്നു എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പം ദൈവത്തെ അംഗീകരിക്കുന്നത് പോരായ്മയായി കരുതിയാൽ, ദൈവാരാധനയിൽ നിന്ന് ഒരു വ്യക്തി അകന്നു പോയാൽ പാപത്തെ നിസാരവൽക്കരിച്ച് അവർ കാണും. പാപത്തെ നിസാരവൽക്കരിക്കും. ഇന്ന് പാപത്തെ നിസാരവൽക്കരിക്കുന്ന അനേകം ദൈവമക്കൾ ഈ കാലഘട്ടത്തിലുണ്ടെങ്കിൽ അതിന് കാരണം ദൈവത്തെ അംഗീകരിക്കാത്തതും ദൈവാരാധനയിൽ നിന്ന് അകന്നുപോയി എന്നുള്ളതാണ്. അശുദ്ധികൾ, തിന്മകൾ അനേകരുടെ ജീവിതത്തെ കീഴ്പ്പെടുത്തുന്നത്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് ദൈവവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. നമ്മൾ ഇന്ന് ദൈവത്തിൽ നിന്നും ദൈവിക കാര്യങ്ങളിൽ നിന്നും അകന്നു പോകുമ്പോൾ ദൈവക്രോധം വരുത്തുന്ന പാപങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. എന്താണ് ദൈവക്രോധം വരുത്തുന്ന പാപങ്ങൾ? അതിനെക്കുറിച്ച് കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വചനങ്ങൾ, കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാമത്തെ അധ്യായം 5 മുതലുള്ള വചനങ്ങളിൽ ദൈവക്രോധം വരുത്തുന്ന പാപങ്ങൾ എന്താണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുന്നുണ്ട്. കൊളോസൂസുകാർക്ക് എഴുതിയ ലേഖനം, ഫിലിപ്പി കഴിഞ്ഞ് കൊളോസോസ്, അതിൽ 3-ാം അധ്യായം 5 മുതലുള്ള വചനങ്ങൾ ഒരുമിച്ച് വായിക്കാം. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം അസന്മാർഗികത, അശുദ്ധി, മനക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. ഇപ്പം ദൈവക്രോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്ന പാപങ്ങൾ, അസന്മാർഗികത, സാൻമാർഗികമായ ജീവിതത്തിന് വിരുദ്ധമായി ഉള്ള ജീവിതങ്ങൾ ദൈവക്രോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരും. അതുപോലെ അശുദ്ധി നിറഞ്ഞ ജീവിതങ്ങൾ, മനക്ഷോഭങ്ങൾ, ശോഭിക്കുന്നത്, അതുപോലെ ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, പണത്തോടുള്ള ആസക്തി, ഇതെല്ലാം ദൈവക്രോധം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ കൊണ്ടുവരുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. എന്നിട്ട് അടുത്ത വചനം പറയാം, നിങ്ങൾ ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യൻ അവൻ്റെ ചെയ്തികളോടെ നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് അനുസൃതമായി നവീകരിക്കപ്പെട്ട പുതിയ മനുഷ്യനെ ധരിക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ വചനം ഇന്ന് നമ്മോട് പറയുക, പാപത്തെ നമ്മൾ ഗൗരവമായി കണ്ട് ഒരു വ്യക്തി നവീകരിക്കണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുക. ഒരു വ്യക്തി തൻ്റെ ജീവിതത്തെ നവീകരിക്കണം. അമർഷവും ക്രോധവും അതുപോലെ തന്നെ ദൈവദൂഷണവും അശുദ്ധ ഭാഷണങ്ങളും ദുഷ്ടതകളും എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായി ദൈവത്തെ ആരാധിക്കുന്നവരായി മാറണം. അങ്ങനെ പാപ ജീവിതത്തെ വർജിക്കാനായി ഒരു വ്യക്തി തയ്യാറാകണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. വലതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് മരിയാന ഡി ജീസസ് ടോറസ് എന്ന് പറയുന്ന ആ സിസ്റ്ററിലൂടെ ഈശോ വെളിപ്പെടുത്തി തരുന്ന, പരിശുദ്ധ മറിയത്തിലൂടെ വെളിപ്പെടുത്തി തരുന്ന കാര്യം ഇതാണ്: തിന്മ സമൂഹത്തിൻ്റെ സകല മേഖലകളിലേക്കും പെരുകിക്കൊണ്ടിരിക്കുക. ആ സിസ്റ്ററിലൂടെ 5ാമത് വെളിപ്പെടുത്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: സഭ ഞെരുക്കപ്പെടുമ്പോൾ ശക്തരും സ്വാധീനമുള്ളവരും സമ്പന്നരുമായിട്ടുള്ള വ്യക്തികൾ നിസ്സംഗതയോടെ ജീവിക്കും. സഭ ഞെരുക്കപ്പെടുമ്പോൾ സമ്പന്നരായ വ്യക്തികൾ, സ്വാധീനമുള്ള വ്യക്തികൾ, ശക്തരായിട്ടുള്ളവർ നിസ്സംഗതയോടെ പെരുമാറും. കൈയും കെട്ടി നിൽക്കുന്ന പറഞ്ഞതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭയ്ക്ക് എന്ത് പറ്റിയാലും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഇന്നങ്ങനെയല്ലേ? അത് അച്ഛന്മാരുടെ സിസ്റ്റേഴ്സിൻ്റെ ഒരു ഇടപാടായിട്ട് മാത്രം കരുതുന്ന ഒരു കാലഘട്ടം. ഇത് നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന് ദൈവജനം ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. അപ്പം തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് 20-ാം നൂറ്റാണ്ടിൽ സംഭവിക്കുമെന്ന് 400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ മറിയം സ്വർഗത്തിൻ്റെ സന്ദേശമായി നൽകുകയാണ്. അപ്പോൾ അങ്ങനെ സമ്പന്നരും സ്വാധീനമുള്ളവരും അവരുടെ സമ്പത്തും സ്വാധീനവും
അതുപോലെ തന്നെ കഴിവുകളും വിശ്വാസം വീണ്ടെടുക്കാനോ സഭയെ പടുത്തുയർത്താനോ വേണ്ടി ഉപയോഗിക്കില്ല എന്ന് പരിശുദ്ധ മറിയം പറയാം. നമുക്കറിയാം, സ്വാധീനമുള്ളവരുണ്ട്, സമ്പത്തുള്ളവരുണ്ട്, അതുപോലെ തന്നെ കഴിവുള്ളവരുണ്ട്, അറിവുള്ളവരുണ്ട്. ഇവർ സഭയെ പടുത്തുയർത്താൻ, സഭാ ശുശ്രൂഷയോട് ചേർന്ന് നിൽക്കാൻ ഇന്ന് മടി കാണിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്. എത്രയോ കഴിവുള്ളവരുണ്ട്, അറിവുള്ളവരുണ്ട്, ജ്ഞാനമുള്ളവരുണ്ട്. ആ ജ്ഞാനവും അറിവും വിദ്യാഭ്യാസവും സമ്പത്തും ഇതെല്ലാം നിരീശ്വര ചിന്തകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. സഭയെ താറടിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ദൈവത്തെ, ദൈവ ശുശ്രൂഷയെ, കൂട്ടായ്മയെ തള്ളിപ്പറയാൻ ഉപയോഗിക്കുന്ന അനേകം വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ. വളരെ വരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം സ്നേഹമുള്ളവർ, അങ്ങനെയുള്ള വ്യക്തികൾ ദൈവ നിരീശ്വരപരമായ കാര്യങ്ങളും ദൈവനിഷേധപരമായ കാര്യങ്ങൾ, സാത്താൻ വർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുടെ കഴിവ്, സമ്പത്ത്, സമയം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പരിശുദ്ധ മറിയം വീണ്ടും വെളിപ്പെടുത്തി തരികയാണ്, ശക്തരും സമ്പന്നരും കഴിവുള്ളവരും അവർ ദൈവ ശുശ്രൂഷയിൽ നിന്ന് മാറി ദൈവിക കാര്യങ്ങളിൽ നിന്നും പരിപൂർണമായി മാറി ആസക്തികളിലും തിന്മകളിലും അവർ വഴിപ്പെട്ട് അവരുടെ ഇന്ദ്രിയ സുഖത്തെ അവർ പ്രോത്സാഹിപ്പിക്കുന്നുവെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. ഇന്ദ്രിയ സുഖത്തെ, അവരുടെ കഴിവുകളും അറിവുകളുമെല്ലാം പാപത്തിനും പാപത്തിൻ്റെ നൈമിഷികമായ സുഖങ്ങൾക്ക് വേണ്ടി അവരുപയോഗിക്കുന്നുവെന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. വീണ്ടും പരിശുദ്ധ മറിയം പറയുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. കൂദാശകൾ വിലയില്ലാതായിട്ട് കാണും. കൂദാശകൾ വിലയില്ലാതായിട്ട് കാണും. കൂദാശകളുടെ മഹത്വം വിസ്മരിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ ദേവാലയത്തിൽ പോകുന്നതോ പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതോ അല്ലെങ്കിൽ മറ്റ് കൂദാശകൾ സ്വീകരിക്കുന്നതോ വിലയില്ലാതായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടാകുമെന്ന് പരിശുദ്ധ മറിയം മുന്നറിയിപ്പ് നൽകി. നമുക്കറിയാം എത്ര പേര് പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പോകുന്നുണ്ട്. അല്ലെങ്കിൽ ഈ കോവിഡിന് ശേഷം എത്ര പേർക്ക് പരിശുദ്ധ കുർബാനയോ അല്ലെങ്കിൽ കൂദാശ ജീവിതത്തിൻ്റെ പ്രസക്തി എത്ര പേര് ഹോൾഡ് ചെയ്യുന്നുണ്ട്? പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ മറിയം പിന്നീട് പറഞ്ഞൊരു കാര്യമുണ്ട്, പാപബോധം നഷ്ടപ്പെടും. ഏത് പാപം ചെയ്താലും ഒരു കുഴപ്പമില്ല എന്ന് ചിന്തിക്കുന്ന വലിയൊരു സാഹചര്യത്തിലേക്ക് വരും. മറ്റൊരു കാര്യം പരിശുദ്ധ മറിയം പറയുകയാണ്, വിവാഹമെന്ന കൂദാശ പരക്കെ ആക്രമിക്കപ്പെടും. വിവാഹമെന്ന കൂദാശ. അതുകൊണ്ട് കുടുംബജീവിതത്തിൻ്റെ പ്രസക്തി തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ ദമ്പതികൾ പെരുമാറും. അതുകൊണ്ട് ഡിവോഴ്സ് ഒരു വിഷയമല്ല. ഇഷ്ടമുള്ളവരെ കല്യാണം കഴിക്കാം, ഒരു ബന്ധം നിൽക്കുമ്പോൾ അടുത്ത ബന്ധം കൊണ്ടു നടക്കാം. ഇതെല്ലാം ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കാം. മറ്റൊരു കാര്യം പറയാം, പാപബോധം നഷ്ടപ്പെട്ടു. പാപത്തെക്കുറിച്ച് ഒരു ചിന്തയില്ലാത്ത, അല്ലെങ്കിൽ അത് വില കുറച്ച് തിന്മയെ നിസാരവൽക്കരിക്ക് കാണുമ്പോൾ പാപബോധമില്ലാത്ത ഒരു ജീവിതം. അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണ്, പരിശുദ്ധ മറിയം പറയാം, കുമ്പസാരം എന്ന കൂദാശയുടെ പ്രസക്തി നഷ്ടപ്പെട്ടു. കുമ്പസാരം എന്ന കൂദാശ അപൂർവമായി തീരുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. കുമ്പസാരം അതിന് വില കൊടുക്കില്ല, കുമ്പസാരിക്കില്ല, അല്ലെങ്കിൽ കുമ്പസാരിച്ചാലും അനുതാപമില്ലാതെ കുമ്പസാരിക്കുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു വയ്ക്കുകയാണ്. അടുത്ത കാര്യം പറയുകയാണ്, വിശുദ്ധ കുർബാനയോടുള്ള അവഹേളനം. വിശുദ്ധ കുർബാനയെ അവഹേളിക്കും, ചവിട്ടിമെതിക്കും. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന എത്രമാത്രം ഉപയോഗിക്കാമോ അങ്ങനെ ദുരുപയോഗിക്കും. സാത്താൻ സംഘങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാന കൊണ്ടുപോകാനും വരെ, കൊടുക്കാൻ വരെ വിശ്വാസികൾ തുനിയുമെന്ന് പരിശുദ്ധ മറിയം പറയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഞാൻ ഒരു പള്ളിയിലായിരിക്കുമ്പോൾ അവിടെ ആ പള്ളിയിൽ നിന്ന് പകൽ മുഴുവൻ ആരാധനയാണ്. അപ്പോൾ ആ സമയത്ത് 5 ചെറുപ്പക്കാർ ഒരു 11:30 സമയത്ത് എൻ്റെ മുറിയിൽ കയറി വന്നു. അപ്പം നോക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അവർ ഹിന്ദുക്കളാണെന്ന് മനസ്സിലായി. അവരുടെ കയ്യിൽ രാഹി പോലുള്ള സാധനം കെട്ടിയിട്ടുണ്ട്, കുറിയൊക്കെ തൊട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള ചെറുപ്പക്കാർ 5 പേര്. ഈ 5 പേര് എന്നോട് വന്ന് പറഞ്ഞു, ഞങ്ങൾ പള്ളികളിൽ നിന്നും ദേവാലയങ്ങളിൽ നിന്നും വിശുദ്ധ കുർബാന മോഷ്ടിച്ച് ഞങ്ങൾ സാത്താൻ സെൻ്ററുകളിൽ കൊടുക്കുന്നവരാണ്, എറണാകുളത്ത് കൊണ്ടുപോയി കൊടുക്കുന്നവരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിവരോട് ചോദിച്ചു, നിങ്ങൾക്ക് അതുകൊണ്ട് എന്താ മെച്ചമെന്ന് ചോദിച്ചു. പറഞ്ഞു 20,000 രൂപ കിട്ടും. 20,000 രൂപ കിട്ടും, ഞങ്ങളങ്ങനെ കൊടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പം ഇപ്പം എന്താ നിങ്ങൾ വന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾക്ക് അത് നിർത്തണം, ഇത് ഞങ്ങൾക്ക് നിർത്തണം. അപ്പം ഞാൻ എന്തിനാണ് നിർത്തുന്നതെന്ന് ചോദിച്ചു.
അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, ഞങ്ങൾ 5 പേരും ഇങ്ങനെ ചെയ്യാൻ തുടങ്ങി. അതിനുശേഷം ഞങ്ങളുടെ കുടുംബങ്ങളിൽ വലിയ അപകടങ്ങളും അനർത്ഥങ്ങളും വന്നു എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, അത് ഇതുകൊണ്ടാണ് എങ്ങനെ അറിഞ്ഞതെന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറയുകയാണ്, വിശുദ്ധ കുർബാന അത് യേശുവാണെന്ന് ഞങ്ങൾക്കറിയാം, ദൈവമാണെന്നറിയാം, ലോകരക്ഷകനാണ്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് അതെങ്ങനെ മനസ്സിലായെന്ന് ചോദിച്ചു. അപ്പോൾ ഇവരെന്നോട് പറയുകയാണ്, ഞങ്ങളിതിങ്ങനെ കൊണ്ടുപോകും, അത് മേടിച്ച് കൊണ്ടുപോയി കൈകളിൽ മേടിച്ച് ഞങ്ങൾ അത് കൊണ്ടുപോയി സെൻറ്ററിൽ കൊടുക്കുമ്പോൾ ഇവരിത് കത്തി കൊണ്ട് കുത്തി നോക്കുന്നതാണ് പറഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് ബ്ലഡ് വരും. അപ്പം ഞാൻ ചോദിച്ചു, ഈ പള്ളിയിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോകുന്ന അല്ല, അതിന് പകരം നിങ്ങൾ മേടിച്ചുകൊണ്ട് പോയാൽ അതിലില്ല അച്ഛാ. പള്ളിയിൽ കത്തോലിക്ക പള്ളിയിൽ കൂദാശ ചെയ്ത്, ഇങ്ങനെയാണ് പറഞ്ഞത്, കത്തോലിക്ക പള്ളിയിൽ കൂദാശ ചെയ്ത തിരുവോസം കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ സംഭവിക്കും. എന്നിട്ട് ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങളുടെ വീടുകളിൽ ഒരുത്തൻ ചട്ടിച്ചട്ടിയാണ് വരുന്നത്, ആക്സിഡൻറ്റിൽ കാലൊടിഞ്ഞ് അത് ഓപ്പറേഷനൊക്കെ ചെയ്ത് ശരിയാകാതെ ചട്ടിച്ചട്ടിയാണ് വരുന്നത്. ഇവനോട് പറഞ്ഞു, ഇവൻ്റെ വീട്ടിൽ അവനങ്ങനെ പറ്റി. വേറൊരുത്തൻ പറഞ്ഞു, തെങ്ങേന്ന് വീണ് സ്പോട്ടിൽ അവൻ്റെ വീട്ടിൽ അപ്പം മരിച്ചു. വേറൊരുത്തൻ പറഞ്ഞു, ഓട്ടോറിക്ഷ കൊണ്ട് വന്നിടിച്ച് നട്ടലിൽ പോയി ഇങ്ങനെ തളർന്ന് കിടക്കുകയാണ്. എല്ലാവരുടെ വീട്ടിലും 5 പേരുടെ വീട്ടിൽ ഇതുപോലെയുള്ള തകർച്ചകൾ വന്നു. എന്നിട്ട് ഇവർ പറഞ്ഞു, സത്യ ദൈവമായ യേശുവിന് വിരുദ്ധമായി ഞങ്ങൾ ചെയ്തതുകൊണ്ട് സംഭവിച്ചതാണ്. തിരുവാസിൽ യേശു കൊണ്ടെന്ന് പറയണം. അതുകൊണ്ട് നിർത്തണം ഞങ്ങൾക്കിത്. ഞങ്ങൾ എന്താണ് പരിഹാരം ചെയ്യേണ്ടത്? ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? അപ്പം ഞാൻ ഇവരോട് പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ, നിങ്ങൾക്ക് ഇത് ഹിന്ദുക്കളാണ്, അപ്പം അവരെ കുമ്പസാരിപ്പിക്കാനോ വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഇവരോട് പറഞ്ഞു, നിങ്ങൾക്ക് വിശുദ്ധ കുർബാനയിൽ യേശു ഉണ്ട് എന്ന സത്യം നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ബോധ്യമാണോ എന്ന് ചോദിച്ചു. അതേന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പള്ളിയിൽ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്നുണ്ട്, അവിടെ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. ആ ഈശോയോട് നിങ്ങൾ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഇത്രയും പറഞ്ഞ് ഞാൻ അവരെ പറഞ്ഞു വിട്ടു. ഞാൻ ചെന്ന് പിന്നീട് നോക്കുമ്പോൾ പള്ളിയിൽ വേമയിൽ അവിടെ എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടക്കുന്ന സമയത്ത് മുമ്പിൽ കമന്ന് കിടപ്പുണ്ട് ഇവർ. 5 പേരും കമന്ന് കിടക്കുകയാണ്. വലിയ നിലവിളി കേൾക്കാം. അതിന് വലിയ നിലവിളി കേൾക്കുന്നുണ്ടോ? അവർ വലിയ കരച്ചിലൊക്കെയാണ്. ഇത് 11:15 നടന്ന സമയത്താണെങ്കിൽ ഇവരൊരു 3:30 വരെ ഈ പള്ളിയിൽ അവിടെ കമന്ന് കിടന്ന് വലിയ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് ഞാൻ കാണുകയാണ്. അപ്പം സ്നേഹമുള്ളവരെ, ഇന്ന് ഇങ്ങനെ വിശുദ്ധ കുർബാനയെ ചവിട്ടി ഭരിക്കുന്നവരും സാത്താനുപക്ഷിതമായ സെൻ്ററുകളിൽ കൊണ്ടുപോയി കൊടുക്കുന്നവരും ഉണ്ട് എന്ന് പരിശുദ്ധ മറിയം നേരത്തെ പറഞ്ഞു വച്ചേക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെയുള്ളവർ പെരുകുമെന്ന് പറയുന്നുണ്ട്. അപ്പം നമ്മൾ തീർച്ചയായിട്ടും വിശുദ്ധ കുർബാനയിലുള്ള യേശുവിൻ്റെ സാന്നിധ്യത്തെ വിശ്വാസികളായി നമ്മൾ തിരിച്ചറിയാതെ പോകുമ്പോൾ ഇത്തരത്തിലുള്ള സാത്താൻ സംഘങ്ങളിലും നിഗൂഢ സംഘങ്ങളിലും പ്രവർത്തിക്കുന്നവർക്ക് ഇതിനെക്കുറിച്ച് ഗ്രാഹ്യമുണ്ട്. അത് തെറ്റല്ല എന്ന് അവർ ചിന്തിക്കുന്നു. അപ്പം തിന്മയെ നിസാരവൽക്കരിച്ച് കാണുന്ന, കൂദാശകളെ ചവിട്ടിവെതിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു വരും. പരിശുദ്ധ മറിയം 400 വർഷങ്ങൾക്ക് മുമ്പ് ഓർമ്മപ്പെടുത്തുകയാണ്. അതെല്ലാം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പം അതുകൊണ്ട് പരിശുദ്ധ മറിയത്തിലൂടെ ഈശോ വെളിപ്പെടുത്തുന്നത് കൂദാശ ജീവിതത്തിൻ്റെ പ്രസക്തി, ദൈവാരാധനയുടെ പ്രസക്തി, പാപബോധം നഷ്ടപ്പെട്ട ദൈവജനം വീണ്ടും അനുദപിച്ച് കടന്നു വരണമെന്ന് വെളിപ്പെടുത്തി തരികയാണ്. ഇപ്പം പരിശുദ്ധ മറിയത്തിലൂടെ, മരിയാന എന്ന് പറയുന്ന സിസ്റ്ററിലൂടെ ഈശോ വീണ്ടും വെളിപ്പെടുത്തി തരുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ നൂറ്റാണ്ടിൽ സംഭവിക്കുന്ന കാര്യം, ജ്ഞാനസ്നാനം കുട്ടികൾക്ക് നൽകുന്നതിൽ വീഴ്ചകൾ വരും. അതിൻ്റെ വില കുറച്ച് മാതാപിതാക്കന്മാർ കാണും. അപ്പോൾ അങ്ങനെയുള്ള കൂദാശ വേണ്ടായി എന്ന് വെക്കുമെന്ന് പറയുകയാണ്. അതുപോലെ പൗരോഹിത്യത്തെയും സന്യാസത്തെയും പരിഹസിക്കപ്പെടുന്ന ഒരു നാളുകളിലേക്ക് കടന്നു വരുമെന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. ദൈവങ്ങളുടെ ചൈതന്യം തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ തിരുസഭയെ തകർത്ത് കളയാനുള്ള അജണ്ടകൾ ഉണ്ടാകുമെന്ന് പരിശുദ്ധ മറിയം പറയുകയാണ്. അപ്പം അതുപോലെ തന്നെ സഭയെയും സമർപ്പണ ജീവിതത്തെയും എല്ലാം വില കുറച്ചതായി കാണും. അപമാനിക്കുന്ന തലമുറകൾ, വ്യക്തികൾ ഈ കാലഘട്ടങ്ങളിൽ ഉണ്ടാകുമെന്ന് പരിശുദ്ധ മറിയം പറഞ്ഞു. അതുപോലെ ദുർബലരായിട്ടുള്ള വ്യക്തികൾ ചവിട്ടി മെതിക്കപ്പെടുമെന്ന് ദൈവത്തിന് വചനം പറയുകയാണ്. അപ്പം അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്,
പാപത്തെ വില കുറച്ച് കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പാപത്തെ വില കുറച്ച് കാണും, നിസ്സാരമായി കരുതും. അതുകൊണ്ട് എന്തും ചെയ്യാമെന്നുള്ള ലൈസൻസ് കിട്ടി എന്ന് ചിന്തിക്കുന്ന അനേകം വ്യക്തികൾ. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. വലുതിരുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് പാപത്തെ വില കുറച്ച് കാണുന്ന കാലഘട്ടത്തിൽ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ പരിശുദ്ധ മറിയത്തിലൂടെ നൽകുമ്പോൾ, കണ്ണുനീരൊഴുക്കിയ പരിശുദ്ധ മറിയം, അതുപോലെ തന്നെ സ്വർഗത്തിൻ്റെ വെളിപ്പെടുത്തലുകൾ അമ്മയിലൂടെയെല്ലാം വിവിധ സ്ഥലങ്ങളിൽ ലഭിക്കുമ്പോൾ പ്രത്യേകമായിട്ടും അതിനൊരു സന്ദേശമുണ്ട്. എന്താണ് സ്വർഗം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്, പറഞ്ഞ് പഠിപ്പിക്കുന്നത് എന്ന് ഏത് സന്ദേശം പരിശുദ്ധ മറിയം നൽകുന്ന നോക്കിക്കഴിഞ്ഞാലും നമുക്ക് 6 കാര്യങ്ങൾ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. 6 കാര്യങ്ങൾ. ഒന്നാമത്തെ കാര്യം, ലോകത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യം. ലോകത്തിൽ പാപം നിറഞ്ഞിരിക്കുന്നു. പാപത്തെ നിസ്സാരവൽക്കരിച്ച് അതിലൂടെ കടന്നു പോകുന്ന ദൈവമക്കൾ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, സഭയിൽ പോലും സാത്താൻ നുഴഞ്ഞു കയറി എന്നുള്ള യാഥാർത്ഥ്യം. സഭയിൽ പോലും, കൂട്ടായ്മയിൽ പോലും സാത്താൻ നുഴഞ്ഞു കയറിയിരിക്കുന്നു എന്ന് പരിശുദ്ധ മറിയം പ്രത്യേകമായിട്ട് ഓർമ്മപ്പെടുത്തുക. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധ മറിയം ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുന്ന കാര്യം. പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കണം. നാലാമത്തെ കാര്യം, ലോകം മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ, യേശുവിലേക്ക് ലോകം തിരിയുന്നില്ലെങ്കിൽ, മനുഷ്യമക്കൾ തിരിയുന്നില്ലെങ്കിൽ പിതാവായ ദൈവം വലിയ ശിക്ഷാവധി ലോകത്തിന് നൽകും എന്നതിനെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അഞ്ചാമത്തെ കാര്യം, നിങ്ങൾ കൂടുതൽ പ്രാർത്ഥിക്കണം എന്ന് പരിശുദ്ധ മറിയം ഓർമ്മപ്പെടുത്തുകയാണ്. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, യേശുവിൻ്റെ പുനരാഗമനം സമീപിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പം അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം ചിന്തിക്കുമ്പോൾ തിന്മ പെരുകിയ ഒരു കാലഘട്ടത്തിൽ നമ്മൾ കടന്നു പോകുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു കുടുംബം പ്രാർത്ഥിക്കാൻ വേണ്ടി വന്ന് ഓർക്കുകയാണ്. അവർ വന്ന് പറഞ്ഞ കാര്യം, ഞങ്ങൾക്ക് മക്കളില്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് വർഷങ്ങളായിട്ട് മക്കളില്ല, അപ്പോൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് വന്നതാണ്. സത്യത്തിൽ അവരോടുമായി സംസാരിച്ച് കഴിഞ്ഞപ്പോൾ 2 മക്കളുണ്ടായതാണ്. അവർക്ക് 2 മക്കളുണ്ടായി, പക്ഷേ അതിനെ 2 എണ്ണത്തിനെയും അബോർഷൻ ചെയ്ത് കളഞ്ഞു. പിന്നീട് ഇവർ ആഗ്രഹിച്ച സമയത്ത് കുട്ടികളെ നോക്കി, പക്ഷേ കുട്ടികളെ കിട്ടുന്നില്ല. അപ്പം അബോർഷൻ അവരുടെ ജോലി കാര്യങ്ങൾ വന്നും, അതുപോലെ തന്നെ അപ്പോൾ ഇപ്പം വേണ്ട എന്ന് വെച്ചും ഉണ്ടായ കുട്ടികളെ 2 എണ്ണത്തിനെ തട്ടിക്കളഞ്ഞു. അപ്പോൾ ഇതൊരു പാവമല്ല, കുട്ടികളെ കൊന്നുകളയുന്ന ഒരു പാവമല്ല എന്ന് ചിന്തിക്കുന്ന തലത്തിലേക്ക് ഇന്ന് അനേകർ കടന്നു വരികയാണ്. അബോർഷൻ തെറ്റല്ല. ഇന്ത്യയിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം 1,66,00,000 പേര് അബോർഷനിലൂടെ കുഞ്ഞുങ്ങളെ ഒരു വർഷം കൊല്ലപ്പെടുന്നുണ്ടെന്നാണ് ഇന്ത്യയിലെ ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്നത്. ലോകത്തിൽ വരുമ്പോൾ എത്രമാത്രം കൂടി എന്ന് നമ്മൾ ചിന്തിക്കണം. 12 മാസം കൊണ്ടാണ് 1,66,00,000 കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നുണ്ട് എന്ന് ഒഫീഷ്യൽ സൈറ്റിൽ പറയുന്ന കാര്യം. ഇനി അൺഒഫീഷ്യലായിട്ട് എത്രയാണ് നടക്കുന്നു എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ ഇത്രമാത്രം കൊലപാതകങ്ങൾ, ഭ്രൂണഹത്യകൾ ഒരു വർഷം നടക്കുമ്പോൾ ഇതിനെ വളരെ നിസ്സാരമായിട്ട് കരുതുന്ന അനേകം ആൾക്കാർ. അപ്പം അതുകൊണ്ട് ഈ ഒരു തിന്മ ഈ കാലഘട്ടത്തിൽ പെരുകി എന്നുള്ള സത്യം. പാപത്തെ നിസ്സാരമായി കരുതുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ബെർണാഡ് നാഥാൻസൺ എന്ന് പറയുന്ന ഒരു ഡോക്ടറുണ്ട്. അദ്ദേഹം മെഡിക്കൽ വിദ്യാർത്ഥിയായി ന്യൂയോർക്കിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു പെൺകുട്ടിയെ, റൂത്ത് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയായി പ്രണയത്തിലായി. അവൾക്കൊരു കുഞ്ഞുണ്ടായി. അതിനെ അബോർഷൻ ചെയ്തു. മെഡിക്കൽ വിദ്യാഭ്യാസം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം 2 വിവാഹങ്ങൾ നടത്തി. 2 ഫെയിലിയറായി. അതെല്ലാം കഴിഞ്ഞ് ഡോക്ടറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ വേറൊരു പെൺകുട്ടിയെ പ്രണയിച്ചു. അവൾ ഗർഭിണിയായി. അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞപ്പോൾ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ഈ പെണ്ണ് പറയുന്നു, എന്നെ കല്യാണം കഴിച്ചേ പറ്റൂ, നിർബന്ധമായിട്ടും എന്നെ കല്യാണം കഴിക്കണമെന്ന് വാശി പിടിച്ചപ്പോൾ ഈ ഡോക്ടർ പറഞ്ഞു,
കല്യാണം കഴിക്കാൻ പക്ഷേ ഒരു കാര്യമുണ്ട്, ആ കുഞ്ഞിനെ അബോർഷൻ ചെയ്യണം. മനസ്സില്ലാ മനസ്സോടെ ഈ ഡോക്ടറെ കല്യാണം കഴിക്കാൻ വേണ്ടി അവൾ സമ്മതിച്ചു. ഡോക്ടർ സ്വന്തം കൈകൊണ്ട് അബോർഷൻ നടത്തി. പിന്നീട് ഈ ഡോക്ടറുടെ ജീവിതം പൈസയ്ക്ക് വേണ്ടി മറ്റെല്ലാ കാര്യങ്ങൾക്കുമായി അദ്ദേഹം തുടരെ അബോർഷൻസ് നടത്താനായിട്ട് അദ്ദേഹം തയ്യാറായി. 1973 അദ്ദേഹം അമേരിക്കയിൽ അബോർഷൻ അനുവദിക്കപ്പെടാൻ വേണ്ടി അദ്ദേഹം ഒരു സംഘടന ഉണ്ടാക്കി. നാഷണൽ അബോർഷൻ റൈറ്റ്സ് നാഷണൽ ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി അമേരിക്കയിൽ അബോർഷൻ നടത്താൻ വേണ്ടി നിയമപരമായ അംഗീകാരം കിട്ടാൻ വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്തു. അങ്ങനെ 1973 ആ ഒരു ഫൈറ്റിൻ്റെ എല്ലാം ഫലമായി, സംഘടനകൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായി 73 അമേരിക്കയിൽ അബോർഷൻ ചെയ്യാൻ നിയമപരമായ അനുവാദം കൊടുക്കുകയാണ്. അങ്ങനെ നിയമപരമായ അനുവാദം കിട്ടിക്കഴിഞ്ഞു. 6 വർഷം കൊണ്ട് അദ്ദേഹം സ്വന്തം കൈകൊണ്ട് 5000 അബോർഷൻസ് അദ്ദേഹം നടത്തി. 15000 അബോർഷൻ നടത്താൻ വേറെ അദ്ദേഹം സഹായിച്ചു. 6 വർഷം കൊണ്ട് 60,000-ത്തിലധികം അബോർഷൻസ് അദ്ദേഹം വേറെ ഒരു സെൻറ്ററിൽ പോയി അദ്ദേഹത്തിൻ്റെ മേൽനോട്ടത്തിൽ നടത്തപ്പെട്ടു. 79 ആയപ്പോൾ അദ്ദേഹം അബോർഷൻസ് അത്രമാത്രം നടത്തി. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റുന്നില്ല. താൻ വധിച്ചു കളഞ്ഞ കുഞ്ഞുങ്ങളുടെ മുഖം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെളിയാൻ തുടങ്ങി, വേട്ടയാടാൻ തുടങ്ങി. ഈ മുഖങ്ങൾ വേട്ടയാടാൻ തുടങ്ങി. അങ്ങനെ ഈ കുഞ്ഞുങ്ങൾ വധിച്ച ഈ സംഭവങ്ങൾ വേട്ടയാടാൻ തുടങ്ങി. അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റാതെയായി. അങ്ങനെ ഉറങ്ങാൻ പറ്റാതെയായപ്പോൾ അദ്ദേഹം അൾട്രാസൗണ്ട് ടെക്നോളജിയുടെ സഹായത്തോടെ ഒരു അബോർഷനിൽ എന്താണ് നടക്കുന്നത് എന്നറിയാൻ വേണ്ടി അത് അബോർഷൻ നടക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ടെക്നോളജിയുടെ വെളിച്ചത്തിൽ ഇത് റെക്കോർഡ് ചെയ്യുകയാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ അബോർഷൻ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തിരിച്ചറിഞ്ഞൊരു കാര്യം ഇതാണ്: അബോർഷൻ ചെയ്യാൻ വേണ്ടി കത്തി അമ്മയുടെ ഉദരത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ കുഞ്ഞ് രക്ഷപ്പെടാൻ വേണ്ടി വാ തുറന്നുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് വലിയ വായി നിലവിളിച്ച് ഉദരത്തിലൂടെ ഓടി നടക്കുന്ന, പരിഭ്രാന്തിയോടെ ഓടി നടക്കുന്ന വീഡിയോ അദ്ദേഹത്തിന് കിട്ടുകയാണ്. അദ്ദേഹം പിന്നീട് അബോർഷൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിർത്തി ആ വീഡിയോ ദ സൈലൻറ്റ് സ്ക്രീം, നിശബ്ദമായ നിലവിളി എന്ന പേരിൽ അദ്ദേഹം പിന്നീട് പുറത്തിറക്കുകയും അങ്ങനെ അബോർഷൻ ഇനി ഒരു കുഞ്ഞിനും സംഭവിക്കരുത് എന്ന് പറഞ്ഞ് അദ്ദേഹം പിന്നീട് പ്രോ ലൈഫിൻ്റെ ഒരു പ്രചാരകനായിട്ട് മാറുകയാണ്. 1979 ബെർണാഡ് നാഥാൻസൺ എന്ന് പറയുന്ന ഡോക്ടറാണ് ഇതിൻ്റെ പിന്നീട് ഒരു പ്രചാരകനായിട്ട് മാറുകയാണ്. കുഞ്ഞുങ്ങളെ വധിക്കരുത്, പ്രോ ലൈഫ് മൂവ്മെൻറ്റിൻ്റെ പ്രചാരകനായിട്ട് അദ്ദേഹം മാറി. അബോർഷൻ്റെ വൈശാചികതയെല്ലാം തിരിച്ചറിയാനായിട്ട് അദ്ദേഹത്തിന് കാരണമായി തീർന്നു ഈ വീഡിയോ എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ഇത്രമാത്രം അബോർഷൻ ചെയ്യാനും കുഞ്ഞുങ്ങളെ വധിച്ചു കളയാനും കാരണമെന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബ ബാക്ക്ഗ്രൗണ്ട്, ഒരു യഹൂദ ഡോക്ടർ മകനായിട്ട് ജനിച്ചയാളാണ് അദ്ദേഹം. പിതാവ് മെഡിക്കൽ ഡോക്ടറാണ്. അതുപോലെ തന്നെ ആ അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കന്മാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസം ഇല്ലാത്തവരായിരുന്നു. അതുകൊണ്ട് ധാർമ്മിക ജീവിത നിലവാരം അവരുടെ ജീവിതത്തിൽ ഇല്ലായിരുന്നു. ധാർമ്മികതയെക്കുറിച്ച് പഠിപ്പിച്ചില്ല, ദൈവവിശ്വാസം പഠിപ്പിച്ചിട്ടില്ല. അപ്പോൾ ദൈവവിശ്വാസവും ധാർമ്മികതയും തൻ്റെ ജീവിതത്തിൽ ഇല്ലാതെ പോയതാണ് ഇത്രമാത്രം അബോർഷൻ ചെയ്ത് കുഞ്ഞുങ്ങളെ വധിച്ചു കളയാൻ ഇടയായത് എന്ന് പ്രോ ലൈഫിൻ്റെ പ്രചാരകനായി മാറിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്. അപ്പോൾ തിന്മയെ നിസാരവൽക്കരിച്ച് കാണുന്ന ഒരു കാലഘട്ടം. പറഞ്ഞേ ഹല്ലേലൂയ, സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 22-ാമത്തെ അധ്യായം 29-30 തിരുലിഖിതങ്ങൾ. മത്തായിയുടെ സുവിശേഷം 22-ന്റെ 29-30 തിരുലിഖിതങ്ങൾ. വചനം ഇങ്ങനെ പഠിപ്പിക്കുക: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ തിരിച്ചറിയാത്തത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുന്നു. പിന്നെ നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റാനുള്ള കാരണം വിശുദ്ധ ലിഖിതങ്ങൾ അറിയാത്തതുകൊണ്ട്, വിശുദ്ധ ലിഖിതത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ട്, ദൈവത്തിൻ്റെ ശക്തി അറിയാത്തതുകൊണ്ട് തിന്മയെ നിസാരമായി നമ്മൾ കാണുന്നു.
പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ. യേശുവെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് കൊലോസ്സൂസുകാർക്ക് എഴുതിയ 2-ാം ലേഖനത്തിൽ, കൊലോസ്സൂസുകാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 6ഉം 7ഉം വചനങ്ങൾ നമുക്ക് പ്രത്യേകമായിട്ട് നമുക്ക് ചിന്തിക്കാം. 6ഉം 7ഉം 8ഉം വചനങ്ങൾ. വചനം ഇങ്ങനെ പഠിപ്പിക്കുകയാണ്: കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നതിനാൽ അവനിൽ നിങ്ങൾ ജീവിക്കുവിൻ. അവനിൽ വേരുറപ്പിക്കപ്പെട്ടും പണിതുയർത്തപ്പെട്ടും നിങ്ങൾ സ്വീകരിച്ച് വിശ്വാസത്തിൽ ദൃഢത പ്രാപിച്ചുകൊണ്ടും അനർഗളമായ കൃതജ്ഞതാ പ്രകാശനത്തിൽ നിങ്ങൾ മുഴുകുവിൻ. ക്രിസ്തുവിന് യോജിക്കാത്തതും പ്രപഞ്ചത്തിലെ മൂലഭൂതങ്ങൾക്കും മാനുഷിക പാരമ്പര്യത്തിന് മാത്രം ചേർന്നതുമായ വ്യർത്ഥ പ്രലോഭനത്തിനും തത്വചിന്തയ്ക്കും ആരും നിങ്ങളെ ഇരയാക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. അപ്പോൾ ദൈവത്തിൻ്റെ വചനമാണ് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം ഇതാ: വ്യർത്ഥ പ്രലോഭനത്തിനും മാനുഷിക പാരമ്പര്യങ്ങൾക്കും തത്വചിന്തകൾക്കും ആരും നിങ്ങളെ വിധേയരാക്കരുത്. ആരും നിങ്ങളെ അതിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പണയപ്പെടുത്താൻ ഇടയാക്കരുത് എന്ന് പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ യേശുവിൽ പണിതുയർത്തപ്പെടണം, യേശുവിൽ വേരുറപ്പിക്കപ്പെടണം, അങ്ങനെ വിശ്വാസത്തിൽ ദൃഢത പ്രാപിക്കണമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. എന്നിട്ട് അടുത്ത വചനത്തിൽ പറയാം: ദൈവത്തിൻ്റെ പൂർണ്ണത മുഴുവനും അവനിൽ യേശുവിൽ മൂർത്തിഭവിച്ചിരിക്കുന്നു. എല്ലാ ആധിപത്യങ്ങളുടെയും അധികാരങ്ങളുടെയും ശിരസായ യേശുവിലാണ് നിങ്ങളും പൂർണ്ണത പ്രാപിക്കുന്നത്. അപ്പം നമ്മൾ പൂർണ്ണത പ്രാപിക്കുന്നത്, പാപബോധം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കാൻ ഇടയാകുന്നത് യേശുവിലൂടെയാണ് എന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കാം. അപ്പം യേശുവിൽ പണിയപ്പെടുന്ന, വേരുറപ്പിക്കപ്പെടുന്ന, പണിതുയർപ്പെടുത്തപ്പെടുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപബോധവും പശ്ചാത്താപവും കടന്നു വരും. അതുപോലെ തന്നെ യേശുവിൻ്റെ പൂർണ്ണതയിലേക്ക് ഒരു വ്യക്തിക്ക് കടന്നു വരാനായിട്ട് ഇടയാകുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് ഈ ദൈവവചനത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത്, നമ്മൾ പാപത്തെ നിസാരവൽക്കരിച്ച് കാണരുത്. പാപത്തെ നമ്മൾ നിസാരവൽക്കരിച്ച് കാണരുത്. മറിച്ച് പാപത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് പാപത്തെ നമ്മൾ നിഷ്കാസനം ചെയ്യണമെന്ന് ദൈവത്തിന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. കൊലോസ്സോസ് 2:13 അതുകൊണ്ട് വചനം ഇങ്ങനെ പഠിപ്പിക്കുക: നിങ്ങൾ പാപങ്ങൾ നിമിത്തം മൃതരും ദുർവാസനകളുടെ പരിച്ഛേദനം നിർവഹിക്കാത്തവരുമായിരുന്നു. ദൈവം നിങ്ങളെ അവനോടുകൂടെ ജീവിപ്പിക്കുകയും നമ്മുടെ എല്ലാ പാപങ്ങളും ക്ഷമിക്കുകയും ചെയ്തു. നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളന പാത്രങ്ങളാക്കി. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കുരിശു മരണത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധമായ ഒരു ജീവിതം നയിക്കാൻ പറ്റുമെന്ന് ദൈവത്തിന് വചനം പഠിപ്പിക്കുകയാണ്. അപ്പം അതുകൊണ്ട് യേശു ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന ഈ നിമിഷങ്ങളിൽ, ഈ നോമ്പ് കാലഘട്ടങ്ങളിൽ പ്രത്യേകമായിട്ടും ഈശോയുടെ കുരിശുമരണത്തിൽ നമുക്ക് രക്ഷയുണ്ട്. അതിൽ വിശ്വസിച്ചാൽ നമുക്ക് രക്ഷയുണ്ട്, സൗഖ്യമുണ്ട്, വിടുതലുണ്ട്, കൃപയുണ്ട്, വിശുദ്ധിയുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റിരുന്ന് യേശു ക്രിസ്തുവിനോട് നമുക്ക് ഗാഢബന്ധം പുലർത്തുന്ന വ്യക്തികളായിട്ട് നമുക്ക് മാറാൻ നമുക്ക് ഈ നിമിഷത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ച് കർത്താവിനെ നമുക്ക് ആരാധിക്കാം. പാപത്തെ നിസാരവൽക്കരിക്കാതെ പാപത്തിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് യേശു ക്രിസ്തുവിനോട് ചേർന്ന് ജീവിക്കുന്നവരായി മാറാനുള്ള വലിയൊരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ മഹത്വം, ദൈവമേ ആരാധന. സ്തുതിച്ച് ആരാധന.